എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എ മോങ്ക് ഈസ് നോട്ട് ജസ്റ്റ് അനദർ ബെഗർ. അതായത് ഒരു ഭിക്ഷക്കാരൻ്റെ വേഷത്തിൽ വരുന്ന ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഒരു ഭിക്ഷക്കാരൻ തന്നെ ആകണം എന്ന് നിർബന്ധമില്ല. ചിലപ്പം ഒരു സന്യാസി ആയിരിക്കാം. ഇപ്പം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു പോയിന്റാണ്. ഒരാളെ അയാൾ ധരിച്ചിരിക്കുന്ന വേഷം വെച്ച് അയാൾ വലിയവനാണോ ചെറിയവനാണോ എന്ന് തീരുമാനിക്കരുത്. അവരുടെ ആ പ്രവൃത്തി കൊണ്ട് മാത്രമാണ് നമ്മൾ ഒരു തീരുമാനത്തിലെത്തേണ്ടത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, പല മതങ്ങളിലും ഉള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ ഒരു സാധാരണ വേഷം ധരിച്ച് അധികം ഭക്ഷണമൊന്നും കഴിക്കാതെ ഒരു സാധാരണക്കാരനെ പോലെ നമ്മൾ ജീവിക്കണം. ചിലപ്പം ഭിക്ഷ എടുക്കണം എന്നും കൂടെ പറയും. ചിലപ്പം നമുക്കറിയാം, ചില മതങ്ങളിലൊക്കെ തീർത്ഥാടനം പോകുന്നതിന് മുമ്പായിട്ട് വീടുകളിൽ ചെന്ന് ആ വീട്ടുകാർ തരുന്ന ഭക്ഷണം അല്ലെങ്കിൽ കാശ് വാങ്ങിച്ച് നമ്മൾ പോകണം എന്നാണ് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, ജീവിതത്തിൻ്റെ ആ ഒരു ശരിക്കുമുള്ള ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അയാളുടെ വേഷം മോശമാണ്, അല്ലെങ്കിൽ അയാൾ കാശിന് വേണ്ടി യാചിക്കാൻ വന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ ആട്ടി ഓടിക്കുക, അല്ലെങ്കിൽ അവരെ എന്താ പറയുന്നത്, മോശപ്പെട്ട രീതിയിൽ നമ്മൾ സംസാരിക്കുക, ആ രീതിയിലൊന്നും ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ വലിയ മഹാനായ ഒരു വ്യക്തി ആയിരിക്കാം ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വ്യക്തിയെയും അവരുടെ വേഷം വെച്ച് തീരുമാനിക്കാതെ അവരുടെ പ്രവൃത്തി കൊണ്ട് അവർ മഹാനാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. കാരണം മോശപ്പെട്ട വേഷം ധരിച്ച ഒരു വ്യക്തി ഒരു കാലത്ത് ചിലപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കാം. ഇന്നത്തെ ഒരവസ്ഥ കൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നായിരിക്കാം ശരിക്കും യഥാർത്ഥ അവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും കാണുന്ന എല്ലാവരും അവരുടെ ആ വേഷത്തിൻ്റെ പ്രാധാന്യം കൊണ്ട്, അല്ലെങ്കിൽ അവർ മെച്ചം കൊണ്ട് മാത്രം അവർ നല്ലവരാകണമെന്ന് നിർബന്ധമില്ല. മോശപ്പെട്ട വേഷം ധരിച്ചിട്ടുള്ള വ്യക്തികളും മോശക്കാരാകണമെന്നും നിർബന്ധമില്ല. ഏതൊരു വ്യക്തിക്കും ഉള്ളിലുള്ള ഒരു കഴിവുണ്ട്. ആ കഴിവ് തീർച്ചയായിട്ടും മനസ്സിലാക്കി ആ രീതിയിൽ വേണം അവരുമായിട്ട് പെരുമാറാനായിട്ട്. അപ്പോൾ വളരെ വലിയൊരു പോയിന്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷമുണ്ടാകാനായിട്ട് ഈ ഒരു പ്രിൻസിപ്പിൾ തീർച്ചയായിട്ടും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു.